ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റുള്ള സോദ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ബ്രീഡിംഗ് കേജ് ഇട്ടുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയോജനമാണ്. ബ്രീഡിംഗ് കേജ് ഇടാനുള്ള ഏതൊക്കെ ഫിഷ്, അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇതിൽ കാണപ്പെടുന്ന ഫിഷിന് ഇതിൽ നിന്നാണ് നമുക്ക് ഒരു വെറൈറ്റിയുടെ നമ്മൾ വീഡിയോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്കിതിൽ നിന്നുള്ള ഞാനിപ്പോൾ മീനെ പിടിച്ച് കാണിച്ചില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിൽ റിമൂവ് ചെയ്യേണ്ട, അതിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള കെയർ എല്ലാം കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമ്മൾ എത്തിയിട്ടുള്ളത് കണ്ട ഇതിനകത്താണ് നമ്മളിലുള്ള ആൽബിനോ കോയി വെറൈറ്റിയുള്ള വെറൈറ്റിയാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ആൽബിനോ കോയി അത്യാവശ്യം കുഞ്ഞിട്ടിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം അതൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ആൽബിനോ കോയിയുടെ കുഞ്ഞിട്ടിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽബിനോ കോയി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആൽബിനോ കോയി. ഇത് നമ്മുടെ അത്യാവശ്യം കുഞ്ഞുങ്ങളെ പിടിച്ച് കഴിക്കും. സോ നമ്മൾ കുഞ്ഞുങ്ങളെ പിടിച്ച് കഴിക്കാതിരിക്കാൻ വേണ്ടി ബ്രീഡിംഗ് കേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ബ്രീഡിംഗ് കേജ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു മെയിൻ പ്രത്യേകത ഈ ആൽബിനോ വെറൈറ്റീസ് കുഞ്ഞുങ്ങളെ കഴിക്കുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതാണ് അത്യാവശ്യം കണ്ട നിറച്ച് കുഞ്ഞുങ്ങൾ നമുക്കിപ്പോൾ അത്യാവശ്യം ഉണ്ട്. എല്ലാത്തിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാത്തിലും നമുക്ക് അത്യാവശ്യം ഇതിലും കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഒരു ബാച്ച് അതിൽ കിടപ്പുണ്ട്. ബ്രീഡിംഗ് കേജ് ഇടുന്നതുകൊണ്ടൊരു പ്രത്യേകത ഉണ്ട്. കുഞ്ഞുങ്ങൾ മാത്രം സെപ്പറേറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഇവർ കഴിക്കും. അത് മാറ്റാൻ വേണ്ടിയാണ്. ഓക്കെ, ഒരു പാറ്റയായിരിക്കും ഇറങ്ങിപ്പോളും. ഓക്കെ, അവന്മാർ ചിലപ്പം നമ്മളെ മീനിനെ അറ്റാക്ക് ചെയ്യും, അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്കതിനെ പിടിച്ച് മാറ്റാം, കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റാൻ വേണ്ടി പോവാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഇത് പിടിക്കരുത്, ഞാനിനി കുഞ്ഞുങ്ങളൊന്ന് പിടിച്ച് മാറ്റാം. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റാൻ വേണ്ടി ഇതുപോലത്തെ വല എടുക്കുക. അതിനുശേഷം എന്താ അത്യാവശ്യം കുറച്ച് ഇതിലുള്ള വെള്ളം തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, എന്നിട്ട് സൂക്ഷിച്ചൊരു പ്ലേസിൽ തന്നെ വയ്ക്കുക. മാക്സിമം തറയിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എല്ലാം കൂടെ പിടിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കിട്ടും. അത്യാവശ്യം ഇത് കുറച്ച് കുഞ്ഞുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം എന്ന് പറയുമ്പോൾ ഒരു 10 കുഞ്ഞെങ്കിലും കാണണം. ലാസ്റ്റ് നമുക്കിതിൽ നിന്നൊരു 20 കുഞ്ഞ് കിട്ടിയിരുന്നു. കുഞ്ഞുങ്ങളെ ഇതുപോലെ വല വെച്ചെടുക്കുമ്പോൾ കെയർഫുള്ളായിട്ട് എടുത്തതിന് ശേഷം ഇങ്ങനെ അതിനകത്തേക്ക് അങ്ങ് ഡിപ്പ് ചെയ്താൽ മതി, അവരെ ഇറങ്ങി പൊക്കോളും. നേരത്തെ നോക്കിയപ്പോൾ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. കുഞ്ഞുങ്ങളെ ശ്രദ്ധാപൂർവ്വം കണ്ട് ഇങ്ങനെ പിടിച്ചെടുക്കുക. അതിന് ശേഷം ഇങ്ങനെ എടുത്തതിന് ശേഷം അങ്ങ് റോൾ ചെയ്തിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ മതി. അല്ലാതെ കൈവച്ചൊന്ന് പിടിക്കാൻ നിൽക്കരുത് കുഞ്ഞുങ്ങളെ, പാടാണ്, അത്യാവശ്യം നടക്കാത്ത കാര്യമാണത്. ബ്രീഡിംഗ് കേജ് ഉള്ളതുകൊണ്ട് അതിൻ്റെ അടിയിലും കുറച്ചൊക്കെ പോയി കിടക്കും. ഇത് നമ്മൾ സമയത്തിന് പിടിച്ച് മാറ്റില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കളിച്ച് പോയി ഇത് ബ്രീഡിംഗ് കേജിന് അകത്ത് തന്നെ കയറും കേട്ടോ. അപ്പോൾ നമ്മൾ സമയത്തിന് മാറ്റില്ലെങ്കിൽ ഉള്ളൊരു മെയിൻ പ്രോബ്ലം, നമ്മളെ മീനുകൾ കുറേ മീൻ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടും നമുക്ക്. ഇവർ കളിച്ച് പോയി അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളാണ് പെടുന്നത്. എനിക്ക് വേറെ 3 കുഞ്ഞെ കിട്ടിയത്, 4 കുഞ്ഞാണ് കിട്ടിയത്. ബാക്കിയുള്ളവന്മാരെവിടെ പോയിടാ ഫ്രണ്ട്സ്, ബാക്കിയുള്ളവരെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ കിട്ടി. ഓക്കെ, നമുക്ക് ബാക്കി കുഞ്ഞുങ്ങളെ ഞാൻ പിന്നെ പിടിക്കാം. ഓക്കെ, ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് നമ്മൾ ബ്രീഡിംഗ് കേജിൽ ഇടുന്നതുകൊണ്ടൊരു പ്രത്യേകത. നമ്മൾ ബ്രീഡിംഗ് കേജിൽ ഇടുമ്പോൾ നമുക്ക് മെയിനായിട്ട് കുഞ്ഞുങ്ങളെ, അത്യാവശ്യം കുഞ്ഞുങ്ങളെ നമുക്ക് എല്ലാവരെയും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. കണ്ട ഈ കാണുന്ന പോലെ നമുക്ക് ഇതിനെനിക്ക് ഇത്രയും കുഞ്ഞുങ്ങളെ കിട്ടി. ഇനി ഇതിൽ കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പിടിച്ച് മാറ്റാത്തൊരു മെത്തേഡ് നമുക്ക് ചെയ്യാം. ആൽബിനോ കോയി വെറൈറ്റി നമ്മളെപ്പോഴും മാക്സിമം ഒന്നേ കുഞ്ഞിടുന്ന സമയത്ത് നമ്മളവിടെ വേണം കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റാൻ വേണ്ടി. അല്ലാത്തൊരു പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ കോഴിയുണ്ട്. ഇതിൽ നമ്മുടെ കോഴിയല്ല, ഇതിൽ കിടപ്പുള്ളത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ കിടപ്പുള്ള നമ്മളെ ജർമ്മൻ റെഡാണ്. അത്യാവശ്യം നിറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അത്യാവശ്യം ഒരു 3-4 ബാച്ചിൻ്റെ ആയിട്ടുണ്ട്. അടുത്തൊരു ബാച്ചാണ് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഇനി നമുക്ക് കുഞ്ഞുങ്ങളെ സെറ്റ് ചെയ്യുന്ന കുറച്ച് പോട്ടുകളിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾ അത്ര പിടിച്ച് കഴിക്കാറില്ല. സോ നമുക്ക് ഇതിന് അത്യാവശ്യം സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി എനിക്ക് ഇതിൽ നിന്ന് മാറ്റണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫുൾ ഗോൾഡും പിടിച്ച് കഴിക്കാറില്ല. പക്ഷേ ഞാൻ ബ്രീഡിംഗ് കേജ് ഇട്ടിട്ട് കുഞ്ഞ് കുറച്ച് കൂടുതൽ കിട്ടും. സപ്പോസ് അത് കുറച്ചെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോൾ എടുത്തതായിട്ടുള്ള ആൽബിനോ കോയി നമ്മൾ കൊണ്ട് വളർത്തുന്ന മെത്തേഡും കൂടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ കുറച്ച് 2-3 കാര്യം ഇൻഫർമേറ്റീവായിട്ട് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ എല്ലാത്തിനും വേണ്ടി കൊണ്ടെത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെയും ഉണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നുണ്ടോ ഇങ്ങനെ നമുക്ക് ഓക്കെ, വലയിൽ കയറിയിട്ടുണ്ട്. വേറെയും കുഞ്ഞുണ്ട് ഇതിൻ്റെ അകത്ത്. അത്യാവശ്യം നമ്മൾ ഇത്രയും പേരൻ്റ് ഉള്ളതുകൊണ്ട് 2 കുഞ്ഞു ഇതിൻ്റെ അകത്ത് കയറി. നമ്മളതിലൊരു 4 പേരൻ്റ് ഉണ്ട്. 3 4 യെസ് 4 എണ്ണം ഉണ്ട്. പക്ഷെ ഒരു മെയിൽ കുറവാണ്.
ഓക്കെ, ഒരു മെയിൽ ചത്തുപോയി, അതുകൊണ്ടാണ്. അല്ല നമ്മളിത് പെയറായിട്ടാണ് ഇത് കൊടുക്കുന്നത് സാധാരണ. കണ്ടേ, കുഞ്ഞിന് ശ്രദ്ധിച്ച് എടുത്തതിലേക്ക് അങ്ങ് കമത്തി കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞ് അതിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ ഉള്ള മെത്തേഡ്, ഇതിനകത്ത് വേറെയും ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ കുഞ്ഞ് കാണും. ഇത് ഓക്കെ. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ മാത്രം നമുക്ക് അത്യാവശ്യം വലുതിലിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ ആദ്യത്തെ ഒരു വളർച്ച ടൈമിൽ വലുതിലിടരുത്, കൊണ്ട് വലുതിടാനുള്ള സമയം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് കണ്ട, ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു സൈസ് ആയതാണ്. ഇത് നമ്മളെ ഫുൾ ബ്ലാക്കാണ്. ഫുൾ ബ്ലാക്ക് അത്യാവശ്യം കുറച്ച് ഓർഡർ ഇപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടി സാധനമായി വരുന്നുണ്ട്. കണ്ട, ഇതിനെ മൊയിനെയൊക്കെ ഫീഡ് ചെയ്ത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ഈ ഫിഷിനെ. ഇപ്പോൾ ഇത് ഇത്രയും ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത് ഇതിനെ കൊണ്ട് സെറ്റ് ചെയ്യുന്ന മെത്തേഡ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വെള്ളം കുറച്ച് റിമൂവ് ചെയ്യണം. വെള്ളം കുറച്ച് സൂക്ഷിച്ച് വല വെച്ച് വീത്തുന്നതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ കുഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് പോയി തീർന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ വേഗം നമുക്ക് വിത്തിനൊരു സ്പാൻ ഓഫ് എത്ര, നമുക്കൊരു 1 മാസം അല്ല 1.5 മാസം കൊണ്ട് തന്നെ നമുക്ക് ഫിഷ് നമുക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു മെത്തേഡാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഓക്കെ, കറുപ്പിൽ നമുക്ക് വെള്ള കുഞ്ഞ് വിടാം, അത് അത്യാവശ്യം നല്ല രസമായിരിക്കും. അപ്പോൾ ഇത് ആൽബിനോ കോയിയുടെ കുഞ്ഞുങ്ങളാണ്. ഓക്കെ, ഈ കറുപ്പിലുള്ളത് ആൽബിനോ കോയിയുടെ കുഞ്ഞുങ്ങൾ. പിന്നെ നമ്മൾ ഇതിലുള്ളത് ആൽബിനോ കോയിയുടെ കുഞ്ഞുങ്ങളാണ്. അത് ചുവപ്പിലാണ് ഇട്ടിട്ടുള്ളത് ഞാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഇട്ടതിന് ശേഷം ഇതൊരു ഒരാഴ്ച കൊണ്ടുള്ള വളർച്ചയാണ്. ആ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് എത്ര വ്യക്തമാവുമെന്ന് അറിയില്ല, കറുപ്പിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടയ്ക്കൂടെയൊക്കെ ഓടിക്കളിച്ചുകൊണ്ട് നടപ്പുണ്ട് കുഞ്ഞുങ്ങൾ. ഓക്കെ, അപ്പോൾ ഉണ്ടാ ഈ സൈഡിലേക്ക് വന്ന് നിൽപ്പുണ്ട്. ഇത് നമുക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടിയ വളർച്ചയാണ്. കുറച്ചുകൂടെ ഞാൻ മൊയിനെ കറക്റ്റ് ഫീഡ് കൊടുത്തിരുന്നെങ്കിൽ, ഞാൻ എന്നും മൊയിനെ കൊടുത്തിട്ടില്ല ഇതിൽ. ഇപ്പം ഞാൻ നമ്മുടെ പ്രിൻസ് വൈൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതും പ്രിൻസ് വൈൻ കൊടുത്തതായിട്ടുള്ളതാണ്. ഇത് ഒരാഴ്ച കൊണ്ടുള്ള വളർച്ചയാണ്. ഉണ്ടാ ചിലതൊക്കെ അത്യാവശ്യം നല്ല വളർന്നിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ടുള്ള വളർച്ചയാണ്. നമ്മുടെ ഇത് ഫുൾ ഗോൾഡിൻ്റെയാണ്. ഇത് ആൽബിനോ കോയിയുടേത്. ഇത് ആൽബിനോ കോയിയുടെ അടുത്തൊരു ബാച്ചാണ്. ആൽബിനോ കോയിയുടെ ഒരു ബാച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആദ്യം നമുക്ക് വെറും ഒരു കുഞ്ഞാണ് കിട്ടിയതുകൊണ്ട് ആ കുഞ്ഞ് ഇതിൽ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ കിടന്ന് റെഡിയായി വരട്ടെ. ഇനി ഇതിൽ നമ്മളിനി അടുത്ത് വരുന്ന ഇന്ന് വീണ്ടും അതിലൊന്ന് കിട്ടുമായിരിക്കും കുഞ്ഞ്. അപ്പോൾ ആ കിട്ടുന്ന കുഞ്ഞെല്ലാം കൊണ്ട് ഇതിൽ ഫില്ല് ചെയ്യും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരുമിച്ച് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെയിനൊരു പ്രോബ്ലം ഇങ്ങനെ പേരെന്തെങ്കിലും എഴുതി വെച്ചേക്കുക, അല്ലെങ്കിൽ നമുക്കത് പേര് കറക്റ്റ് നമുക്ക് ഓർമ്മയില്ലെങ്കിൽ അത്രയും നമുക്ക് ആ ബാച്ചിനെ മൊത്തം എടുത്ത് മിക്സറിൻ്റെ കൂടെയൊക്കെ ഇടേണ്ട ഒരു അവസ്ഥയായിപ്പോവും. സോ ഇതിലടുത്ത് ജർമ്മൻ റെഡ് ഇടണം. അതിൽ ഐ തിങ്ക് വേറെ ഏതെങ്കിലും വെറൈറ്റി നമുക്ക് ഇറക്കാം. എല്ലാത്തിലും ഞാൻ മൊയിനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആദ്യം നമുക്കിപ്പോൾ കുഞ്ഞുങ്ങളെ നിറച്ച് ബ്രീഡ് ചെയ്യണമെന്നുള്ളൊരു ഫസ്റ്റ് ഇതിലേക്ക് നമ്മൾ ഒരു ദിവസത്തിന് മുന്നേ വെള്ളം ഇട്ടേക്കുക. ആ ഒരു ദിവസത്തിന് മുന്നേ വെള്ളം ഇടുമ്പോൾ തന്നെ ആ വെള്ളത്തിൽ കുറച്ച് മൊയിനെ ഇടുക, കുഞ്ഞുങ്ങളിടാനുള്ള വെള്ളത്തിൽ. മൊയിനെ ഇട്ടതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് കൊണ്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഫിഷിനെ കൊണ്ട് അപ്ലൈ ചെയ്യാം കുഞ്ഞുങ്ങളെ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മൊയിനെ എന്തായാലും വളർന്ന അടിപൊളി സെറ്റ് മൊയിനെ ഇതിൽ കിടന്ന് അങ്ങോട്ട് ചെറുതായിട്ട് ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് പറ്റിയ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമ്മുടെ ഇതുപോലെ റെഡിയാക്കി വെച്ചതിലേക്ക് അങ്ങ് ഇട്ടാൽ മതി. പിന്നെ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഡയറക്റ്റ് മഴ വീഴുന്ന ഒരു പ്ലേസിൽ വയ്ക്കരുത്, കാരണം ഇത് ഓവർഫ്ലോ ആകുന്ന കുഞ്ഞുങ്ങളെല്ലാം പോകും. ഞാൻ ഡയറക്റ്റ് മഴയൊന്നും ഇല്ലാത്തൊരു പ്ലേസാണ്. അത്യാവശ്യം ഒരു ചൂട് എപ്പോഴും നിലനിൽക്കും ഇതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ ഉള്ളതുകൊണ്ട്. ഓവർ ചൂടല്ല, നമുക്ക് വെള്ളത്തിനൊരു മിനിമം ടെമ്പറേച്ചർ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. സോ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം റെഡിയായി വരും. ഇതിൽ നിറക്കുന്ന കുഞ്ഞുങ്ങളെ വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ആണ്. അതിനുശേഷം നമുക്ക് ഇവരെ നോർമലായിട്ടൊരു വലിയ ഫ്രിഡ്ജിൻ്റെ കേസിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് കൊണ്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് കരുതുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ നമുക്കൊരു 100-150 ആ റേഞ്ചിന് കിട്ടും. അപ്പോൾ ഇതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയാം. കാരണം നമുക്ക് വിത്തിൻ ഒരു സ്പാൻ ഓഫ് 1.5 മാസം കൊണ്ട് തന്നെ നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ഒരാഴ്ച കൊണ്ടുള്ള വളർച്ച, ഇതിൽ നമുക്ക് വളർച്ച കൂട്ടാൻ പറ്റും. കാരണം നമ്മൾ കറക്റ്റ് നമുക്ക് 2 നേരം മൊയിനെ ഫീഡ് ചെയ്ത് ആ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡബിൾ ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു മെത്തേഡ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫീഡ് മൊയിനെയും പ്രിൻസ് വൈനും നിങ്ങൾ മറക്കരുത്. പ്രിൻസ് വൈൻ തന്നെ കൊടുക്കുക. പ്രിൻസ് വൈൻ വളരെ ബെറ്റർ ഓപ്ഷനാണ്, അത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിഷ്, ഇതിൻ്റെ ചെറിയ ഡിഷുണ്ട്, ചെറിയ ഡിഷ് യൂസ് ചെയ്യരുത്. ഈ ഡിഷാണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല സ്പേസ് വേണം, അല്ലെങ്കിൽ ഓടിക്കളിച്ച് ഫീഡ് എടുക്കണം. പിന്നെ അത് പോയിട്ട് അതിന് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് അതിന് എപ്പോഴും എന്ത് ചെയ്യണം, ഏകദേശം ഒരു ഇത്രയും ഡെപ്ത് മതിയാവും. നമ്മുടെ ഏകദേശം ഒരു ഞാൻ വിരൽ വെച്ച് കാണിച്ചു തരാം. നിങ്ങൾ സെൻറ്റിമീറ്റർ ഒക്കെ പറഞ്ഞ് നിങ്ങൾ വിഷമിപ്പിക്കുന്നില്ല. ഇത്രയും ഒരു ഡെപ്ത് മതിയാവും. ഞാനിപ്പോൾ കണ്ട വെള്ളത്തിൽ കയറ്റി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വെള്ളം വേണ്ട ഈ വെള്ളത്തിലൊക്കെ.
ഡെപ്ത് ഏകദേശം ഒരു ഇത്രത്തോളം ഡെപ്ത് മതിയായിരിക്കും. ഡെപ്ത് അത്രയും ഡെപ്ത്. പിന്നെ ലെങ്ത് നമുക്ക് എത്ര കൂടി ഇരുന്നാലും കുഴപ്പമില്ല. കാരണം ഫിഷിന് ഫീഡ് എടുക്കാൻ വേണ്ടി കൂടുതൽ മുകളിലേക്ക് ഓടി വരുന്നത് അത്ര നല്ലതല്ല. സോ നമ്മൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യുക, കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതേ മെത്തേഡ് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റുകളായിട്ട് ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തേണ്ട. ഇതിൻ്റെ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റുകൾ വച്ചപ്പോൾ തന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു കാണാൻ വേണ്ടി. ഇവിടെ ഒരു വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയായിരുന്നു നമ്മുടെ പെയിൻറ്റ് ബക്കറ്റ് ഇതൊക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് റെഡിയാക്കി എടുത്തു. ഇനി കുറച്ചുകൂടെ ഇങ്ങോട്ട് സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് ഇവിടേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിന് മുമ്പേ നിങ്ങൾ എനിക്ക് ഒത്തിരി വെറൈറ്റീസ് ഗപ്പീസ് ഉണ്ട്. ഗപ്പീസ് മേടിക്കാൻ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്ത് ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.